നടൻ ആസിഫ് അലിയെ അപമാനിച്ചെന്നാരോപിച്ച് സംഗീത സംവിധായകനായ രമേശ് നാരായണനെതിരെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. കഴിഞ്ഞ ദിവസമാണ് മനോരഥങ്ങൾ അതിന്റെ ട്രെയിലർ ലോഞ്ച് നടന്നത്. ആ ട്രെയിലർ ലോഞ്ചിനിടെയാണ് ആസിഫ് അലിയിൽ നിന്ന് പുരസ്കാരം സ്വീകരിക്കാൻ രമേശ് നാരായണൻ തയ്യാറായിരുന്നില്ല. സംവിധായകൻ ജയരാജനെ വേദിയിൽ നിന്ന് വരുത്തി അദ്ദേഹത്തിൽ നിന്നാണ് പുരസ്കാരം വാങ്ങിയത്. എന്നാൽ ആസിഫ് അലിയെ അപമാനിച്ചിട്ടില്ല എന്നും ആസിഫ് മൊമന്റോ നൽകാനാണ് എത്തിയതെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നാണ് രമേശ് നാരായണൻ അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. ആസിഫ് അലിക്ക് വിഷമം തോന്നിയെങ്കിൽ താൻ ക്ഷമ ചോദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. എനിക്ക് രണ്ടുപേരും ഒരുമിച്ച് തരണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഇത് നിറച്ച ആൾക്കാരുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ആസിഫ് അലി കൂടി വരുന്നു. ആസിഫ് അലി എനിക്ക് മൊമന്റോ തരുന്നു, മൊമന്റോ ഞാൻ വാങ്ങിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം വെച്ചാൽ ജയരാജ് ഇരിക്കുന്നുണ്ട്, ഇതിൻ്റെ ഒരു ഡയറക്ടറും കൂടെ നിൽക്കുന്നത് നല്ലതല്ലെന്ന് വെച്ചാൽ അദ്ദേഹത്തെ വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച സമയത്ത് ആസിഫ് അലി വിളിക്കുന്ന സമയത്ത് ആസിഫ് അലി ഇത് തന്നിട്ട് ഡിസപ്പിയർ ആയി. അവിടെ തന്നിട്ട് ആസിഫ് അലിക്ക് തോന്നി കാണും ചിലപ്പോൾ ആസിഫ് അലി ഞാൻ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ എൻ്റെ ആഗ്രഹം മനസ്സിലുള്ളത് ജയരാജും കൂടെ വരട്ടെ. ആസിഫ് അലിയുടെ അടുത്ത് ഞാൻ ഐ എം സോ സോറി ആസിഫ് അലി, അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഐ എം വെരി സോറി. രാഹുൽ ജി നാഥാണ് വിവരങ്ങളുമായി ചേർന്നത്. രാഹുൽ, ഇതിപ്പോൾ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. ആ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതിന് പിന്നാലെ ഈ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ ഒരുപക്ഷേ സിനിമാ പ്രേമികൾ എല്ലാവരും സന്തോഷിതാകും. കാരണം MTയുടെ കഥകളാണ്, പല സിനിമകളാണെങ്കിൽ പോലും നമ്മുടെ നടന്മാരെല്ലാവരും കൂടി ഒരുമിച്ച് വരുന്ന സിനിമ, അങ്ങനെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമ എന്നൊക്കെ രീതിയിൽ ട്രെയിലറിനെ അത്രത്തോളം ഹൃദയത്തിലേറ്റിയപ്പോഴാണ് ഇങ്ങനെ ഒരു വിവാദം, ആ ട്രെയിലറിനെക്കാട്ടിലും കൂടുതലായിട്ട് ഈ വിവാദം പിന്നാലെ വരുന്നത്. അപ്പോൾ രമേശ് നാരായണൻ അദ്ദേഹം സംസാരിച്ചത് അങ്ങനെയൊന്നുമല്ല, ക്ഷമ പോലും ചോദിക്കുന്നുണ്ട്. പക്ഷേ പ്രതിഷേധത്തിന് അയവുമില്ലല്ലോ. തീർച്ചയായും പൂജ, സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ വിമർശനമാണ് രമേശ് നാരായണന്റെ ഈ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട വീഡിയോ കാട്ടി ആളുകൾ ഉന്നയിച്ചത്. അതിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം മനഃപൂർവ്വം ഒരു തരത്തിലും ആസിഫ് അലി അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല. കാരണം അദ്ദേഹം ആ സാഹചര്യത്തെ വിവരിക്കുന്നുണ്ട്. അതായത് ആസിഫ് അലി അവാർഡ് നൽകാൻ എത്തിയപ്പോൾ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് സംവിധായകൻ ജയരാജ് ഒപ്പം ഉണ്ടാകണമെന്നാണ്. ആ സമയത്ത് ജയരാജിനെ വിളിക്കുന്നു. ആ ഒരു മാനസികാവസ്ഥയിലായതുകൊണ്ട് ആസിഫ് അലിയെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് അദ്ദേഹം നമ്മോട് പറഞ്ഞത്. ഏറ്റവും പ്രധാനമായി ആദ്യഘട്ടത്തിൽ അണിയറ പ്രവർത്തകരെ ആദരിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ പേര് വിട്ടുപോയിരുന്നു. ആ പരിഭവം അദ്ദേഹം സംഘാടകരോട് സൂചിപ്പിച്ചു. ശേഷമാണ് ഇദ്ദേഹത്തെ ആദരിക്കാനായി ക്ഷണിക്കുന്നത്. ആ ക്ഷണിക്കുമ്പോൾ പോലും ആദ്യഘട്ടത്തിൽ പേര് മാറിപ്പോകുന്നു. പിന്നീടാണ് ആസിഫ് അലി ആദരിക്കാനായി എത്തുന്നത്. അദ്ദേഹം പ്രധാനമായി പറയുന്നത് ജയരാജ് ഒപ്പം വേണമെന്ന ഒരു ചിന്തയിൽ ആ മാനസികാവസ്ഥയിൽ ഇരുന്നത് കൊണ്ട് ആസിഫ് അലിയെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എന്ന് സമ്മതിക്കുന്നുണ്ട്. അത് തന്നെ ആസിഫ് അലിക്ക് അങ്ങനെ ഒരു വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ അദ്ദേഹം ആ മാനസികാവസ്ഥയിൽ നിന്നത് കൊണ്ട്